നമസ്കാരം മക്കളെ, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ രണ്ടാം ഭാഗ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് കൂട്ട് തന്നെ നമ്മൾ ഐഡൻറ്റിറ്റി ടൈപ്പ് പ്രോബ്ലങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഈ വീഡിയോയിലും നമ്മൾ 2-3 ടൈപ്പ് വ്യത്യസ്ത പ്രോബ്ലങ്ങളാണ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞ് ദീർഘിപ്പിക്കാതെ നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏകദേശം 3 ക്വസ്റ്റ്യനോളം ചെയ്തിരുന്നു. നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: using principle of mathematical induction, prove that 1 square plus 2 square plus 3 square plus etc plus n square is equal to n into n plus 1 into 2n plus 1 divided by 6. അതായത് ആദ്യ n എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറുകളുടെ തുക എന്ന് പറയുന്നത് n into n plus 1 into 2n plus 1 by 6 തുല്യമാണെന്ന് തെളിയിക്കുക. എങ്ങനെയാണ് തെളിയിക്കേണ്ടത്? മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന്റെ സഹായത്താൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത് കൂട്ട് തന്നെ ആദ്യമേ നമ്മൾ ഇതിന് p of n എന്ന പേര് കൊടുക്കുന്നു. ലെറ്റ് p of n such that 1 square plus 2 square plus 3 square plus etc plus n square is equal to n into n plus 1 into 2n plus 1 divided by 6. ഓക്കെ, ഇനി ഇൻഡക്ഷനിൽ നമ്മളൊക്കെ പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? n പകരം 1 എന്ന് കൊടുക്കുക. സോ പുട്ട് n is equal to 1. n പകരം 1 കൊണ്ട് റീപ്ലേസ് ചെയ്തു. LHSൽ അതിൻ്റെ അർത്ഥം ഫസ്റ്റ് ടേം എന്നും RHSൽ n പകരം 1 കൊടുക്കുക എന്നും. സോ p of 1 such that 1 square is equal to 1 into 1 plus 1 into 2 into 1 plus 1 divided by 6. 1 square എന്ന് പറയുന്നത് മക്കളെ 1 തന്നെയാണ്, which is equal to 1 into 1 plus 1 2 into 2 into 1 plus 2 into 1 plus 1 എന്ന് പറയുന്നത് 3. So divided by 6. 3 into 2 എന്ന് പറയുന്നത് 6 ആണ്. 6 by 6 ക്യാൻസൽ ആയിപ്പോയി. Therefore 1 is equal to 1 എന്ന് തന്നെ നമുക്ക് ലഭിച്ചു. അതിന്റെ അർത്ഥം എന്താണ്? p of 1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. Therefore p of 1 is true. p of 1 നമുക്ക് ട്രൂ എന്ന് ലഭിച്ചു. p of 1 ട്രൂ എന്ന് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് n പകരം k എന്ന അക്ഷരം കൊണ്ട് അല്ലെങ്കിൽ k എന്ന നാച്ചുറൽ നമ്പർ കൊണ്ട് n റീപ്ലേസ് ചെയ്യുക. പുട്ട് n is equal to k. Put n is equal to k. ഇവിടെ k എന്ന് പറയുന്നത് ആരാണ്? Where k belongs to natural number. k എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ ആണെന്ന് കരുതുക. So put n is equal to k where k belongs to natural number. അങ്ങനെയാണെങ്കിൽ മക്കളെ n പകരം k എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് p of k എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കിട്ടും. p of k such that 1 square plus 2 square plus 3 square plus etc plus k square. p of 1 ആകുമ്പോൾ ഫസ്റ്റ് ടേം k ആകുമ്പോൾ ഫസ്റ്റ് k ടേംസ്. സോ which is 1 square plus 2 square plus 3 square plus etc plus k square which is equal to k into k plus 1 into 2k plus 1 divided by 6 എന്ന് ലഭിക്കും. p of k എന്ന സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്യണം. ഇനി ഇവിടെ നമ്മുടെ ഉദ്ദേശം എന്തുവാ? ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം. അസ്യൂം ദാറ്റ് p of k is true. p of k true ആണെന്ന് അസ്യൂം ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് തെളിയിക്കണം? Then we have to prove that എന്ത് p of k plus 1 true ആണെന്ന് പ്രൂവ് ചെയ്യണം. That is p of k plus 1 such that 1 square plus 2 square plus 3 square plus etc plus k plus 1 the whole square. k square അല്ല, k plus 1 the whole square is equal to k ക്ക് പകരം k plus 1 അല്ലെങ്കിൽ ഇവിടെ n പകരം എല്ലായിടത്തും n കിടക്കുന്നിടത്തെല്ലാം k plus 1 കൊടുക്കണം. സോ k plus 1 into k plus 1 plus 1 into 2n plus 1. സോ n പകരം 2 into k plus 1 plus 1 divided by 6 എന്ന് ലഭിക്കും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? p of k plus 1 such that 1 square plus 2 square plus 3 square plus etc plus k plus 1 തൊട്ട് മുമ്പുള്ള ടേം എന്ന് പറയുന്നത് k square ആണ്. സോ k square
പ്ലസ് കെ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ. അത് നമ്മൾ പലതവണ പറഞ്ഞു. കെ പ്ലസ് വണ്ണിന് തൊട്ട് മുമ്പ് വരുന്ന ടേം എന്ന് പറയുന്നത് കെ ആണ് അല്ലേ. അതായത് തൊട്ട് മുമ്പ് ഇവിടെ 3ക്ക് തൊട്ട് മുമ്പ് വരുന്നത് 2 ആണ്. അതായത് 3യിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 2 കിട്ടും. കെ പ്ലസ് വണ്ണിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ കെ കിട്ടും. അങ്ങനെ നോക്കിയാണ് നമ്മളിവിടെ കെ സ്ക്വയർ എന്ന് എഴുതിയത്. സോ കെ സ്ക്വയർ പ്ലസ് കെ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് വൺ പ്ലസ് വൺ, അതായത് കെ പ്ലസ് ടു ഇൻറ്റു 2 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് വൺ പ്ലസ് വൺ. സോ 2k പ്ലസ് 2 പ്ലസ് 1 എന്ന് വരും. 2 ഇൻറ്റു കെ പ്ലസ് വൺ പ്ലസ് 1. സോ 2 ഇൻറ്റു കെ 2k പ്ലസ് 2 പ്ലസ് 1 എന്ന് വരും. 2 ഇവിടെ വരും പ്ലസ് 1. സോ അത് 2k പ്ലസ് 3 എന്ന് നമുക്ക് എഴുതാം. 2k പ്ലസ് 3 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 6. ഇതാണ് പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ഇതിന്റെ LHS നമുക്ക് ഇനി എടുക്കാം. ഇതിന്റെ LHS എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ LHS എന്ന് പറയുന്നത് നോക്കിയേ മക്കളെ, 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് കെ സ്ക്വയർ പ്ലസ് കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ അല്ലേ ഇതിന്റെ LHS. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇവിടം തൊട്ട് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് കെ സ്ക്വയർ നമ്മൾ എവിടെയോ കണ്ടു പരിചയമുള്ള ആളാണ് അല്ലേ. അതാരാന്ന് നോക്കിയേ, കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 ബൈ 6 അല്ലേ. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് കെ സ്ക്വയർ. അതിന്റെ LHS ഇതിനോട് തുല്യമാണ്. സോ ഇതിന് പകരം നമുക്ക് ഇദ്ദേഹത്തെ എഴുതാനായിട്ട് സാധിക്കും അല്ലേ. സോ വിച്ച് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. പോയിട്ട് ബാക്കി ഇവിടെ അവശേഷിക്കുന്നത് പ്ലസ് കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ മാത്രമാണ് അല്ലെ. കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കോമൺ എടുക്കാം. കെ പ്ലസ് 1 രണ്ടിടത്ത് നിന്നും കോമൺ എടുക്കാം. ഇവിടെ കെ പ്ലസ് 1 കോമൺ ഉണ്ട്, ഇവിടെ കെ പ്ലസ് 1ഉം ഉണ്ട്. സോ കെ പ്ലസ് 1 കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അവശേഷിക്കുന്നത് കെ ഇൻറ്റു 2k പ്ലസ് 1 ബൈ 6 പ്ലസ് കെ പ്ലസ് 1. ഇത് മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. ഞാൻ ഈ താഴെ എഴുതിയേക്കുന്നത് അങ്ങ് തുടയ്ക്കുകയാണ്. അത് നിങ്ങളുടെ എനിക്ക് സിംപ്ലിഫിക്കേഷൻ കാണിച്ചു തന്നിരിക്കുകയാണ്. ഇതങ്ങ് തുടയ്ക്കുക അല്ലേ, കൺഫ്യൂഷൻ വരും. ഓക്കെ, സോ ഇവിടെ കെ പ്ലസ് 1 മാത്രം അവശേഷിക്കുന്നു. ഓക്കെ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? ഞാൻ ഇങ്ങോട്ട് എഴുതാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കെ പ്ലസ് 1 വെളിയിൽ നിൽക്കും. പോയിട്ട് ബാക്കി കെ ഇൻറ്റു 2k പ്ലസ് 1. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 6 ഇൻറ്റു കെ പ്ലസ് 1 ബൈ 6 എന്ന് ലഭിക്കും അല്ലേ. കെ ഇൻറ്റു 2k പ്ലസ് 1 പ്ലസ് 6 ഇൻറ്റു കെ പ്ലസ് 1 എന്ന് നമുക്ക് ലഭിക്കും. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? കെ പ്ലസ് 1 ഇൻറ്റു ഈ കെ അകത്തോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 2k സ്ക്വയർ പ്ലസ് കെ എന്ന് കിട്ടും. 2k സ്ക്വയർ പ്ലസ് കെ എന്ന് കിട്ടും. പ്ലസ് ഇത് 6k, 6 ഇൻറ്റു കെ 6k പ്ലസ് കെ എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 7. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു കെ പ്ലസ് 1 ഇൻറ്റു മക്കളെ 2k സ്ക്വയർ പ്ലസ് കെ പ്ലസ് 6k പ്ലസ് 6 എന്നാണ്. സോറി, കെ അല്ല, ഇവിടെ 6 ആണ് വേണ്ടത് കേട്ടോ. 6 ഇൻറ്റു കെ പ്ലസ് 1 6k പ്ലസ് 6 എന്ന് വരും. അത് നമുക്ക് കെ പ്ലസ് 6k 7k എന്ന് വരും. സോ 2k സ്ക്വയർ പ്ലസ് 7k പ്ലസ് 6 ഡിവൈഡഡ് ബൈ 6 മക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് അവസാനം LHS എടുക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്താണോ ആ ഉത്തരവും നമുക്ക് കിട്ടേണ്ട ഉത്തരവും ആരാണെന്ന് നോക്കണം. നമുക്ക് 2k പ്ലസ് 3 ഇൻറ്റു കെ പ്ലസ് 2 എന്നാണ് വന്നേക്കുന്നത്. ഇവിടെ നോക്കിയേ, 2k പ്ലസ് 3 ഇൻറ്റു കെ പ്ലസ് 2, 2k പ്ലസ് 3 ഇൻറ്റു കെ പ്ലസ് 2. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2k ഇൻറ്റു 2k എത്രയാണ്? 2k സ്ക്വയർ ആണ് അല്ലെ. 2k ഇൻറ്റു 2 പ്ലസ് 4k എന്ന് വരും. 3 ഇൻറ്റു കെ 3k പ്ലസ് 6. ഇത് കൂട്ടുമ്പോൾ 2k സ്ക്വയർ പ്ലസ് 7k പ്ലസ് 6 എന്ന് വരും അല്ലെ. അപ്പൊ കെ പ്ലസ് 2 ഇൻറ്റു 2k പ്ലസ് 3യെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 2k സ്ക്വയർ പ്ലസ് 7k പ്ലസ് 6 എന്നാണ് ലഭിക്കുന്നത്. അന്നേരം 2k സ്ക്വയർ പ്ലസ് 7k പ്ലസ് 6ന് പകരം നമുക്ക് 2k പ്ലസ് 3 ഇൻറ്റു കെ പ്ലസ് 2 എന്ന് എഴുതാം. ഇനി അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് പോളിനോമിയൽ ഡിവിഷൻ, അത് ഇച്ചിരി ലോങ് മെത്തേഡാണ്, അങ്ങനെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. ഇവിടെ നിങ്ങൾ ഈ 2k സ്ക്വയർ പ്ലസ് 7k പ്ലസ് 6നെ k പ്ലസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അന്നേരം നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. 2k പ്ലസ് 3 എന്ന് ന്യൂമറേറ്ററിൽ വരികയും കോഷ്യന്റിൽ വരികയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഇത് എഴുതാം. ഞാൻ പ്രിഫർ ചെയ്യുന്ന നിങ്ങൾ ഉത്തരത്തിലേക്ക് നോക്കുക, നിങ്ങൾക്ക് വരേണ്ടത് ആരാണെന്ന് നോക്കുക. അപ്പോൾ വരേണ്ടതിനകത്ത് കെ പ്ലസ് 1 വരണം. കെ പ്ലസ് 1 ഇവിടെ ഉണ്ട്, നമുക്ക് കിട്ടിയതിനകത്ത് കെ പ്ലസ് 1 ഉണ്ട്. 6 ഡിനോമിനേറ്ററിൽ കിടപ്പുണ്ട്. ഇല്ലാത്തത് ആരൊക്കെയാ? കെ പ്ലസ് 2 ഇൻറ്റു 2k പ്ലസ് 3. അതിന് പകരം ഇത്രയും വലിയൊരു സ്റ്റേറ്റ്മെന്റാണ് കിടക്കുന്നത്. അന്നേരം നമ്മൾ ഇതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് തിരിച്ച് അത് തന്നെയാണ് ലഭിക്കുന്നത്. അന്നേരം ഇവിടെ നമുക്ക് എഴുതാം
which is equal to k plus 1 into ആ 2k square plus 7k plus 6 പകരം നമുക്ക് 2k plus 3 into k plus 2 എന്ന് എഴുതാം. 2k plus 3 into k plus 2 എന്ന് എഴുതാം divided by 6. ഇതെന്ന് പറയുന്നത് നമ്മൾ LHS എടുത്തപ്പോൾ അത് RHSനോട് തുല്യമാണെന്ന് ലഭിച്ചു. Therefore P of k plus 1 is true. P of k plus 1 true എന്ന് ലഭിച്ചു. അതായത് P of k is true implies എന്ത്? P of k plus 1 is true. P of k true ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തപ്പോൾ P of k plus 1 true ആണെന്ന് നമുക്ക് ലഭിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൺക്ലൂഷൻ എങ്ങനെയാണ് മക്കളെ? Then by principle of mathematical induction P of n is true for all n belongs to natural number. So PMI വെച്ച് P of n എന്ന് പറയുന്ന എല്ലാ നാച്ചുറൽ നമ്പറുകൾക്കും ട്രൂ ആണെന്ന് നമ്മൾ ഇത്തരത്തിലാണ് തെളിയിക്കുന്നത്. സോ ഫൈനൽ സ്റ്റെപ്പ്, ഫൈനൽ റിഡക്ഷൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ നിങ്ങളിവിടെ നിങ്ങൾക്ക് കിട്ടേണ്ടത് ആരാണോ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ആരാണോ, അതൊരു ട്രിക്കാണ്. നോക്കുക, കിട്ടേണ്ട ആളെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, അടുത്ത സ്റ്റെപ്പിൽ അത് എഴുതുക, ഉത്തരം കിട്ടി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഴുതുന്ന രീതി അറിഞ്ഞു കഴിഞ്ഞാൽ 4 മാർക്ക് നിഷ്പ്രയാസം നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. എന്നാൽ നമുക്ക് ഒരു ചോദ്യം കൂടെ ചെയ്യാം. Okay, next question. Using principle of mathematical induction, prove that 1 plus 4 plus 7 plus etc. plus 3n minus 2 is equal to 1 by 2n into 3n minus 1 for all n belongs to നാച്ചുറൽ നമ്പർ. ഇങ്ങനെ ആയിരിക്കും പൂർണ്ണമായിട്ടുള്ള ക്വസ്റ്റ്യനുകൾ നമ്മുടെ പുസ്തകത്തിൽ കാണുന്ന എല്ലാ നാച്ചുറൽ നമ്പറുകൾക്കും ഇത് ട്രൂ ആണെന്ന് തെളിയിക്കുക എന്നും പറഞ്ഞാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കാണുന്നത്. ഓക്കെ മക്കളെ, സ്ഥിരം ചെയ്യുന്നത് കൂട്ട് തന്നെ ലെറ്റ് P of n such that നമ്മളെ ഈ തന്നിരിക്കുന്ന മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിനെ P of n എന്ന് വിളിക്കും. 1 plus 4 plus 7 plus etc. plus 3n minus 2 is equal to 1 by 2 n into 3n minus 1 ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? n-ന് പകരം 1 എന്ന് കൊടുക്കും. n-ന് പകരം 1 എന്ന് കൊടുക്കും. ഇനി ഞാൻ ഒരു കാര്യം ചെയ്യും, നിങ്ങളൊരു 2 മിനിറ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെക്കുക, തനിയെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ പോസ് ചെയ്തോ, അതിനുശേഷം ഞാൻ തന്നെ ഇതിൻ്റെ ഉത്തരം എഴുതി കാണിക്കാം. നിങ്ങൾ ഒന്ന് വീഡിയോ പോസ് ചെയ്യുക, ഇതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ പോസ് യുവർ സ്ക്രീൻ. 3, 2, 1. സോ വി ആർ കമ്മിങ് ബാക്ക്. നിങ്ങൾ പോസ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ എന്തായിരുന്നു ചെയ്യുന്നത്? പുട്ട് n ഈസ് ഈക്വൽ ടു 1. n-ന് പകരം 1 എന്ന് റീപ്ലേസ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ P of 1 എന്ന് ലഭിക്കും. P of 1 LHSൽ അർത്ഥം ഫസ്റ്റ് ടേം എന്നാണ്. സോ 1 ഈസ് ഈക്വൽ ടു 1 by 2 ഇൻറ്റു n-ന് പകരം 1 കൊടുക്കുന്നു. 3 into 1 minus 1. 1 ഈസ് ഈക്വൽ ടു 1 by 2 into 1 by 2 തന്നെ. 3 into 1 3 minus 1 2. So 1 by 2 into 2 into cancel ആയിപ്പോയി. 1 is equal to 1 എന്ന് കിട്ടി. Therefore P of 1 is true. P of 1 true ആണെന്ന് ലഭിച്ചു. Put ഇനി എന്താണ്? n is equal to k പുട്ട് ചെയ്യണം. Where k belongs to natural number. k എന്ന് പറയുന്ന നാച്ചുറൽ നമ്പറിനെ n-ന് പകരം റീപ്ലേസ് ചെയ്യണം. അങ്ങനെ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് P of k എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കിട്ടും. P of k such that 1 plus 4 plus 7 plus etc. plus 3n minus 2 is equal to 1 by 2. സോറി, n-ന് പകരം ഇവിടെ k റീപ്ലേസ് ചെയ്യണം. n-ന് പകരം k റീപ്ലേസ് ചെയ്യുമ്പോൾ 3k minus 2 1 by 2 k into 3k minus 1. ഇതിനെ ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്യണം. സോ n-ന് പകരം k എന്ന് റീപ്ലേസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് k ടേംസ്, അതാണ് LHSൽ, അതാണ് 1 plus 4 plus 7 plus etc. plus 3k minus 2 എന്ന് പറയുന്നത്, which is equal to 1 by 2 into k into 3k minus 1. ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം. assume that P of k is true. ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം. Then we have to prove that. അങ്ങനെയാണെങ്കിൽ നമുക്ക് തെളിയിക്കേണ്ടത് എന്താ? Then we have to prove that എന്ത് പ്രൂവ് ചെയ്യണം? P of k plus 1 is true. P of k plus 1 true ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് P of k plus 1 എന്ന് പറയുന്ന ആരാണ് മക്കളെ? That is, അതാണ് അതായത് ഞാൻ പറഞ്ഞത് കേട്ടോ.
P of k plus 1 is equal to 1 plus 4, P of k plus 1 such that 1 plus 4 plus 7 plus etc. plus n പകരം k plus 1 കൊടുക്കണം. അതായത് 3 into k plus 1 minus 2 is equal to 1 by 2 n പകരം k plus 1 into 3k plus 1 minus 1. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? P of k plus 1 such that 1 plus 4 plus 7 plus etc. plus ഇതെങ്ങനെ സിംപ്ലിഫൈ ആവും നോക്കിയേ. 3 into k എന്ന് പറയുന്നത് 3k plus 3 minus 2. അതാരാണ്? 3k plus 3 minus 2. 3k plus 1 എന്ന് വരും അല്ലെ? 3k plus 1 എന്ന് വരും, which is equal to k 1 by 2 into k plus 1. അതായത് k plus 1 by 2 into 3 into k plus 1 minus 1. 3k plus 3 minus 1. അതായത് 3k plus 2 എന്ന് അകത്ത് വരും. 3 into k ഇതെങ്ങനെ വരുന്നത്? 3k plus 3 minus 1. അത് 3k plus 2 എന്നും വരും. സോ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. മക്കളെ നോക്കിയേ, ഇതിന് തൊട്ട് മുമ്പുള്ള ടേം ആരാ? ഇതിന് തൊട്ട് മുമ്പുള്ള ടേം ആരാണ്? ഇതിന് തൊട്ട് മുമ്പുള്ള ടേം എന്ന് പറയുന്നത് 3k minus 2 അല്ലേ? ഇതിന് തൊട്ട് മുമ്പുള്ള ടേം എന്ന് പറയുന്നത് 3k minus 2. 1ൽ നിന്ന് 4 കിട്ടണമെങ്കിൽ 3 കൂട്ടണം അല്ലെ? അതായത് 4ന്റെ തൊട്ട് പുറയിലുള്ള സംഖ്യ കിട്ടണമെങ്കിൽ 4ൽ നിന്ന് 3 കുറയ്ക്കണമായിരുന്നു. 3k plus 1ൽ നിന്ന് 3 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് 3k minus 2 കിട്ടും അല്ലെ? 3k minus 2 ആണ് 3k plus 1ൽ നിന്ന് 3 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഞാനതൊന്ന് തുടയ്ക്കുകയാണ്. ഞാനതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. 3k plus 1ൽ നിന്ന് 3 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് 3k minus 2 കിട്ടും അല്ലെ? അപ്പോൾ 3k plus 1ന്റെ തൊട്ട് മുമ്പലത്തെ ടേം എന്ന് പറയുന്നത് 3k minus 2 ആണ്. 3k plus 1ന്റെ തൊട്ട് മുമ്പലത്തെ ടേം എന്ന് പറയുന്നത് 3k minus 2 ആണ്. സോ P of k plus 1 such that 1 plus 4 plus 7 plus etc. plus 3k plus 1ന്റെ തൊട്ട് മുമ്പുള്ള ടേം 3k minus 2 ആണ് plus 3k plus 1 is equal to k plus 1 by 2 into 3k plus 2. മക്കളെ ഇതിന്റെ LHS ഞാൻ എടുക്കുന്നു. ഇതിന്റെ LHS എടുക്കുമ്പോൾ 1 plus 4 plus 7 plus etc. plus 3k minus 2 plus 3k plus 1 is equal to LHS മാത്രം മതി. സോ ഈസ് ഈക്വൽ ടു നമുക്ക് ആവശ്യമില്ല. LHS ഞാൻ എടുക്കുന്നു. ആ LHSലേക്ക് ഞാനൊന്ന് സൂക്ഷിച്ചു നോക്കുന്ന അവസരത്തിൽ ദാണ്ട് ഈ ഇത്ര ആൾക്കാരെന്ന് പറയുന്നത് എൻ്റെ P of k എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ LHS അല്ലേ? ദാണ്ട് ഈ P of k plus 1ന്റെ LHSലെ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് P of k എന്ന സ്റ്റേറ്റ്മെന്റിലെ LHS ആണ്. അതിനെ ഞാൻ RHS കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. അതായത് this equal to this. So this can be replaced by this. That is 1 by 2 k into 3k minus 1 എന്ന് ഇതിന് പകരം ഞാൻ എഴുതുന്നു. എന്തുകൊണ്ട്? ഇതെന്ന് പറയുന്നത് 1 plus 4 plus 7 plus etc. plus 3k minus 2 എന്ന് പറയുന്നത് 1 by 2 k into 3k minus 1 തുല്യമാണെന്ന് പറഞ്ഞാൽ ഇതിന് പകരം ഞാൻ ഇതങ്ങ് എഴുതി plus 3k plus 1 plus 3k plus 1. ഓക്കെ, ഇനി നമുക്കിത് സോൾവ് ചെയ്യണം. ഈ k ഞാൻ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 by 2 3k square minus k plus 3k plus 1 എന്ന് കിട്ടും. 1 by 2 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 by 2 k square minus k by 2 plus 3k plus 1 എന്ന് കിട്ടും. 3 by 2 k square minus k by 2 plus 3k plus 1 എന്ന് എനിക്ക് ഇവിടെ നിന്നും ലഭിക്കും. നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ നോക്കണം. നമുക്ക് വരേണ്ടത് എന്താണ്? k plus 1 by 2 3k plus 2 k plus 1 by 2 into 3k plus 2 എന്നാണ് നമുക്ക് വരേണ്ടത്. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതാണോ കിട്ടുന്നതെന്ന് നോക്കാം. അതായത് k plus 1 by 2 into 3k plus 2 into 3k plus 2. k അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 2 കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 3k square plus 2k plus 3k plus 2 എന്ന് വരും. ഡിവൈഡഡ് ബൈ 2. സോ 3k square plus 5k plus 2 ഡിവൈഡഡ് ബൈ 2. ഈ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ RHSനോട് തുല്യമാണ് ഇതെന്ന് നമുക്ക് നിഷ്പ്രയാസമായിട്ട്
തെളിയിക്കാനായിട്ട് സാധിക്കും. സോ അതിനെ എങ്ങനെ ഒന്ന് മാറ്റാമെന്ന് നമുക്കൊന്ന് ശ്രമിക്കാം. 3k - k/2 ഈ 3/2 k² അതേ കൂട്ട് തന്നെ കിടന്നോട്ടെ. 3k - k/2 3k - k/2 3k - k/2 3k - k/2 നെ എങ്ങനെ എഴുതും? 3 × 2 6k - k 5k/2 എന്ന് വരും അല്ലേ? സോ പ്ലസ് 5k/2 ഈ രണ്ട് ടേമും കൂടെ 3k - k/2 3 × 2 6k 6k - k 5k 5k/2 കോമൺ ഡിനോമിനേറ്റർ ഒന്നും കൂടെ 3 × 2 6k - k 5k ഡിവൈഡഡ് ബൈ 2 5k. അപ്പൊ ഇത് രണ്ടും പോയിട്ട് 5k/2 എന്ന് വന്നു. പോയിട്ട് ബാക്കി +1 അവിടെ അങ്ങ് എഴുതി. അതാണ്ട് ഇവിടെ രണ്ടുപേർക്കും കോമൺ ആയിട്ട് 2 ഡിനോമിനേറ്ററിൽ വന്നു. അന്നേരം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 3k² + 5k ഡിവൈഡഡ് ബൈ 2 +1. ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 3k² + 5k + 2 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാമല്ലോ. 3k² + 5k + 2 ഡിവൈഡഡ് ബൈ 2വിനെ നമുക്ക് തിരിച്ച് ഈ ഫോമിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3k² + 5k + 2/2 എന്നല്ലേ കിട്ടുന്നത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം k + 1/2 × 3k + 2. അതാണ് RHS എന്ന് പറയുന്നത്. കൺക്ലൂഷൻ തന്നെ ഒന്ന് എഴുതാൻ ശ്രമിച്ചു. എങ്ങനെയാ കൺക്ലൂഷൻ? ഞാൻ ഒരു തവണ പറയാം. എങ്ങനെയാ കൺക്ലൂഷൻ? Therefore, P of k + 1 is true. P of k is true implies P of k + 1 is true. Hence, by principle of mathematical induction, P of n is true for all n belongs to natural number. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് രണ്ട് പ്രോബ്ലം ഈ വീഡിയോയിൽ ചെയ്യാം. തുടർന്നുള്ള പ്രോബ്ലങ്ങൾ നമുക്കിങ്ങനെ കൊച്ചു വീഡിയോകളായിട്ട് ചെയ്യാതാവുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കത്തില്ല. അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടെ പ്രയാസമേറിയ പ്രോബ്ലം അല്ലെങ്കിൽ കുറച്ചും കൂടെ കണക്കുകൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള പ്രോബ്ലങ്ങളുമായിട്ട് നമുക്ക് വരാം. അപ്പോൾ ഈ വീഡിയോയുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ താഴെ കമൻറ്റിൽ ഇടുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ ചോദിക്കുക. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.